ഇന്ന് നമുക്ക് ഗ്രീൻ വെജിറ്റബിൾ സബ്ജി ഉണ്ടാക്കാം. ഗ്രീൻ വെജിറ്റബിൾ സബ്ജി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ അവിയലിന് കട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ വീട്ടിലുള്ള സബ്ജികളെല്ലാം കട്ട് ചെയ്യുക. ഹാർഡായിട്ടുള്ള സബ്ജി ആദ്യം സോഫ്റ്റ് ആകാൻ വേണ്ടി ഇടുക. എൻ്റെ കയ്യിൽ ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ആദ്യം ഉരുളക്കിഴങ്ങാണ് ഇട്ടത്. എണ്ണ ചൂടാക്കി അതിലേക്ക് ഇച്ചിരി ജീരകം ഇട്ടു. ജീരകത്തിനകത്തോട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ കടുകാണ് ആദ്യം ഇടുന്നത്, പക്ഷേ ഇവിടെ ജീരകമാണ്. ഇട്ട് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് ഒന്ന് വഴറ്റാൻ വേണ്ടി ഇട്ടു. വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഒരു ഉപ്പ് പൊടിയും കൂടെ ഇട്ടു. ഇതൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ വെജിറ്റബിൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഗ്രീൻ വെജിറ്റബിളിൽ ഞാൻ ഗിയ, തോരു, കുക്കുംബർ സിംല മിർച്ചി, സവാള ഇത്രയുമാണ് ആഡ് ചെയ്തത്. ഇതും ഒരു മിനിറ്റത്തേക്കൊന്ന് വഴന്നു വന്ന് പച്ചമണം മാറുന്നിടം വരെ മാത്രം ഒന്ന് വഴന്നാൽ മതി, അല്ലാതെ ഒത്തിരി നേരം അതിനെ വഴറ്റേണ്ട കാര്യമില്ല. ഇത്രയും ഒന്ന് വഴന്നു വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് മസാല ഇടാം. മസാലയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ ചുവന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സബ്ജിയാണ്, പിള്ളേർക്കെല്ലാം നല്ലതായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് ആഡ് ചെയ്ത് ഇതൊന്ന് പച്ചമണം മാറിയപ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്തു. ടൊമാറ്റോ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ ഞാൻ ഇച്ചിരിയും വെള്ളം ഒഴിച്ചു ഒരു സീറ്റി കൊടുത്തു. ഒരു സീറ്റി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് സബ്ജി ഇതുപോലെയായി. പിന്നെ ഞാൻ അതിലേക്ക് മലായി ആഡ് ചെയ്തു. മലായി എന്ന് പറഞ്ഞാൽ പാലിൻ്റെ പാട. ക്രീം ഉണ്ടെങ്കിൽ ക്രീമും ആഡ് ചെയ്യുക. മലായി ആഡ് ചെയ്ത് കഴിഞ്ഞ് അതെല്ലാം ഒന്ന് നല്ലതായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പം നമ്മുടെ സൂഖി മെത്തിയുടെ മണം നല്ലതായിട്ടാണ്, രുചി തരും. നിങ്ങൾക്കും ആഡ് ചെയ്യാൻ പറ്റും. ഇത് പിള്ളേരെല്ലാം നല്ലവണ്ണം കഴിക്കുന്ന കാരണം നമ്മുടെ സബ്ജി നല്ലവണ്ണം തയ്യാറായി. ഇനി ഇത് സെർവ് ചെയ്താൽ പിള്ളേർ നല്ലതായിട്ട് കഴിക്കും. നല്ല മണവും ഗുണവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സബ്ജിയുമാണ്. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. ബൈ.